ഒരുപാട് പേര് സ്വന്തമായിട്ടൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. പല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സോഫ്റ്റ്വെയറുകളൊക്കെ കണ്ടുപിടിച്ച് അത് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടാവും. പക്ഷെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇത് സെല്ല് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ്. ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ തന്നെ മുന്നേയുള്ള വീഡിയോകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. പക്ഷെ ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ ഞാൻ ഇത് പറഞ്ഞ പോലെ അത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു സെയിൽ ചെയ്യുമ്പോഴാണല്ലോ നമുക്കത് ഇന്നൊരു കമ്മീഷൻ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ലീഡ്സ് കിട്ടുക, എങ്ങനെയാണ് നമുക്ക് കസ്റ്റമേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്, കസ്റ്റമേഴ്സിനെ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതും ഓട്ടോമാറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ChatGPT പോലെയുള്ള ടൂൾസ്, AI ഓട്ടോമേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ്, പക്ഷേ ഈസിയാണ്. കുറച്ചൊരു ടെക്നിക്കൽ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഈ വീഡിയോനെ ഞാൻ 4 സ്പ്ലിറ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് 4 ഭാഗമാക്കിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഓഫർ ക്രിയേഷൻ ആണ്. അതായത് എങ്ങനെയാണ് ആ ഒരു പ്രൊഡക്റ്റിനെ, ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ്, ഒരു തേർഡ് പാർട്ടി പ്രൊഡക്റ്റ് എടുത്തിട്ട് അതൊരു കമ്മീഷൻ ബേസ് ചെയ്ത് സെല്ല് ചെയ്യുന്ന മെത്തേഡിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ സെല്ലബിൾ ആയിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓഫർ ആയിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ സ്ക്രേപ്പ് ചെയ്യുന്നത്. അതായത് നമുക്ക് വേണ്ട ലീഡ്സിന്റെ ഡാറ്റ നമ്മൾ സ്ക്രേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. മൂന്നാമത് നമ്മൾ ആ ഒരു ഡാറ്റ വെച്ച് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നാലാമതായിട്ട് നമ്മൾ ഈ ലിസ്റ്റിലേക്ക് നമ്മളുടെ ഓഫർ അയച്ചു കൊടുത്ത് ഓട്ടോമേറ്റഡ് ആയിട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ, മാനുവൽ ആയിട്ടല്ല, ഓട്ടോമേറ്റഡ് ആയിട്ട് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ലീഡ്സിലേക്ക് ഔട്ട്റീച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു 4 സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഓഫർ ക്രിയേഷനിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, എന്താണ് ഓഫർ ക്രിയേഷൻ, എന്തിനാണ് ഓഫർ ക്രിയേഷൻ ചെയ്യുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഞാനിവിടെ കൂടുതലും ചെയ്യാറുള്ളത് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറ്. ആമസോണിന്റെ പ്രൊഡക്റ്റുകളൊന്നും നമ്മളങ്ങനെ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പ്രൊഡക്റ്റിന് കമ്മീഷൻസ് കുറവാണ്. ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാകുമ്പോൾ, പ്രത്യേകിച്ചും സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റുകളാവുന്ന സമയത്ത് 60% മുതൽ 80% വരെയൊക്കെ നമുക്ക് കമ്മീഷൻസ് കിട്ടും. അതും റിക്കറിങ് കമ്മീഷനൊക്കെ ആയിട്ട് കിട്ടാൻ പറ്റും. അപ്പോൾ കുറച്ച് സെയിൽ ചെയ്യുമ്പോഴേക്ക് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സാലറി ഒക്കെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻകത്തിലേക്ക് അത് എത്താൻ പറ്റും. അപ്പോൾ ഈ ഓഫർ എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൈസിലൊന്നും നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. അതായത് കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്ത് നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ കമ്പനി സെല് ചെയ്യുന്ന സെയിം പ്രൈസിനാണ് നമുക്കും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാണ് ആളുകൾ നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സെയിം പ്രൈസാണ് കമ്പനിയുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് പോയി വാങ്ങിച്ചു കഴിഞ്ഞാലും സെയിം പ്രൈസാണ് നമ്മൾ ത്രൂ വാങ്ങിക്കുമ്പോഴും. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ത്രൂ വാങ്ങിക്കുന്നത്? അവർക്ക് ഡയറക്റ്റ് കമ്പനി പോയി വാങ്ങിച്ചാൽ പോരെ. അപ്പോൾ ഇതിന്റെ ബാക്കിലുള്ള ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് അത് ചീപ്പായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യമാണ് ചെയ്യാൻ പറ്റുക. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ പ്രൊഡക്റ്റിന്റെ ചെക്കൗട്ട് പേജിൽ ആക്സസ് ഇല്ലാത്തതുകൊണ്ടും നമ്മളുടെ പ്രൊഡക്റ്റ് ഇല്ലാത്തതുകൊണ്ടും നമുക്ക് അതിന്റെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സെയിം പ്രൊഡക്റ്റിന് കൂടുതൽ പ്രൊഡക്റ്റ് കൊടുക്കുക, ആ സെയിം പ്രൈസിന് കൂടുതൽ പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മളുടെ അടുത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്ക് നമുക്ക് ഒരു എക്സ്ട്രാ സാധനം കൊടുക്കാം. നമുക്ക് ഓരോ തവണയും എക്സ്ട്രാ ഒരുപാട് എഫേർട്ട് ഇടാതെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്രീ ബി കൊടുക്കുക എന്നുള്ളതാണ്. അത് ബണ്ടിൽ ചെയ്തിട്ട് ഒരു ഓഫറായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇത് എന്ത് ഓഫറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ഓഫർ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണോ സെല്ല് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർ നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന സമയത്ത്, പ്രൊഡക്റ്റ് വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അത് സോൾവ് ചെയ്യുന്ന ഒരു ഓഫറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ലാൻഡിംഗ് പേജ് ബിൽഡർ ചെയ്യുകയാണെങ്കിൽ, ലാൻഡിംഗ് പേജ് ബിൽഡറാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ, ഒരു ലാൻഡിംഗ് പേജിന്റെ ടെംപ്ലേറ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു വീഡിയോ എഡിറ്റിങ്ങിന്റെ റീൽസ് ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ, ആ റീൽസിന്റെ ഒരു ടെംപ്ലേറ്റ്, ആ സോഫ്റ്റ്വെയർ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെംപ്ലേറ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങളൊരു ChatGPT പോലെയുള്ള ഒരു AI ഓട്ടോമേഷൻ ടൂളാണ്
നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അവർക്ക് അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോംപ്റ്റുകൾ ടെംപ്ലേറ്റോ പ്രോംപ്റ്റുകളോ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. അത് നമ്മൾ ഒരു 1 ടൈം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിന്റെ വേറൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത്, അതായത് ഈ അഡീഷണൽ സാധനം. അപ്പം നമ്മൾ ഒരിക്കലും ഇത് സെല്ല് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആദ്യം പ്രൊഡക്റ്റ് അല്ല നമ്മൾ സെല്ല് ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു ലാൻഡിംഗ് പേജ് ബിൽഡർ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ലാൻഡിംഗ് പേജ് ബിൽഡർ അല്ല നമ്മൾ കസ്റ്റമറുടെ അടുത്തേക്ക് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ ഈ ലാൻഡിംഗ് പേജ് ബിൽഡർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടെംപ്ലേറ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നേയുള്ള വീഡിയോസിലൊക്കെ പറയാറുള്ളത്, ഒരു നിഷ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എന്നുള്ളത്. അതായത് ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ബിസിനസ് ഓണേഴ്സ്, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ടെംപ്ലേറ്റുകൾ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ആളുകൾക്കും സെപ്പറേറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ലാൻഡിംഗ് പേജുകളാണല്ലോ വേണ്ടി വരിക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു യോഗ ട്രെയിനിങ് ചെയ്യുന്ന ഒരാൾക്ക് ഉള്ള പോലത്തെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും ഒരു ബിസിനസ് കോച്ചിങ് ചെയ്യുന്ന ആൾക്ക് വേണ്ടി വരിക, അല്ലെങ്കിൽ ഒരു ഏജൻസി ചെയ്യുന്ന ആൾക്ക് വേണ്ടി വരിക. അപ്പം നിങ്ങൾ ആദ്യം ഒരു നിഷ് ഫോക്കസ് ചെയ്യുക. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു കോച്ചിങ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ലാൻഡിംഗ് പേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കോച്ചസിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെംപ്ലേറ്റ് നിങ്ങളുടെ ഒരു സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഞാൻ സിസ്റ്റമിയോ അല്ലെങ്കിൽ ഒരു ABC എന്ന് നമുക്ക് പേരിടാം, ആ ഒരു ABC എന്ന് പറഞ്ഞിട്ടുള്ള ലാൻഡിംഗ് പേജ് വെച്ചിട്ട് നിങ്ങൾ കോച്ചസിന് വേണ്ടിയിട്ട് കോച്ചസിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കോച്ചസിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, ഈ ഓട്ടോമേഷനിൽ കോച്ചസിനെ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ സെല് ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ അല്ല, നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള ഈ ടെംപ്ലേറ്റ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് നമ്മൾ കൊടുക്കുന്നത് ഫ്രീ ആണെങ്കിൽ പോലും അവർക്ക് അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മളുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കുകൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ഈ ഫ്രീ ആയിട്ട് കിട്ടിയ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളുടെ ലിങ്കിലൂടെ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് മെത്തേഡ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതാണ് ഓഫർ ക്രിയേഷൻ്റെ പാർട്ടിൽ വരുന്നത്. ഇനി രണ്ടാമത്തത് നമ്മൾ ഡാറ്റ സ്ക്രേപ്പിംഗ് ആണ്. അതായത് നമ്മൾക്ക് ആവശ്യമുള്ള ഡാറ്റ നമ്മൾ എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ഇതിന് നമ്മൾ വേറെ എക്സ്റ്റേണൽ ആയിട്ട് ഒരുപാട് ടൂളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഗൂഗിൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് ഗൂഗിൾ ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഗൂഗിളിൽ പോവാം, ഈ സ്ക്രിപ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഈ സ്ക്രിപ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് site:instagram.com, ഇൻസ്റ്റഗ്രാമിലാണ് സ്ക്രേപ്പ് ചെയ്യേണ്ടത്. വേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ചാണ്. ഞാൻ കോച്ചസിനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് കോച്ചാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇവരുടെ പ്രൊഫൈലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ഐഡികൾ കുറച്ച് സാമ്പിൾസ് കൊടുക്കുക. @gmail.com ഓർ @yahoo.com ഓർ @outlook.com. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഹോട്ട്മെയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർ കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓർ @hotmail.com. ഇങ്ങനെ നമുക്ക് ഓർ ഇട്ടിട്ട് നമ്മളുടെ എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാനൊരു ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ളത് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ലീഡ്സ് അല്ല വേണ്ടതെങ്കിൽ ആ ആൻഡ് ഓപ്പറേറ്റർ കളയാം. ഓക്കെ, ഇപ്പം നമുക്ക് ഡീറ്റെയിൽസ് വന്നു. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ChatGPT ഇതാണ് നമ്മൾ ഡാറ്റ സ്ക്രാപ്പ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റ സ്ക്രാപ്പ് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പോൾ ആവശ്യമുള്ള ലീഡുകളുടെ ഡാറ്റ കിട്ടി, അതായത് ലിസ്റ്റ് കിട്ടി. ഇനി നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡാറ്റ വെച്ചിട്ട് നമ്മളൊരു ലിസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ChatGPTയിൽ കൊടുക്കേണ്ട ഒരു പ്രോംപ്റ്റ് ഉണ്ട്. ഈ പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർമാറ്റ് ദ ഡാറ്റ ബിലോ into a table with these columns: full name, company name, website URL, email, phone number. ഈ ഫോർമാറ്റിലേക്ക് ഒരു ടേബിളായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറയും. ഇതാണ് ഞാൻ ChatGPTയിൽ കൊടുക്കുന്ന പ്രോംപ്റ്റ്. അപ്പോൾ ChatGPT ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ടേബിൾ ആക്കേണ്ട ഡാറ്റ തരാൻ വേണ്ടിയിട്ട് ChatGPT ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗൂഗിളിൽ വന്നിട്ട് ഇത് നിങ്ങൾ മാക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ Command A, Command C,
വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ Ctrl+A Ctrl+C ഇത് യൂസ് ചെയ്തിട്ട് ഇത് കോപ്പി ചെയ്യുക ഇവിടുന്ന്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യുക, നിങ്ങൾ എഡിറ്റ് ചെയ്യൊന്നും ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് പോയിട്ട് ChatGPT കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. കേട്ടോ, ChatGPT കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഡാറ്റ കിട്ടി. ഇതിൻ്റെ നമുക്ക് വേണ്ട ഒരു ലിസ്റ്റ്, ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ ആ ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗൂഗിൾ ഷീറ്റിൽ ലിസ്റ്റ് ബിൽഡിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ഷീറ്റും ChatGPT ആണ്. ChatGPT യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തു. ഇനി അതൊരു ഗൂഗിൾ ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇവിടെ വന്ന് ഇത് അതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വന്നു. ഇനി ഇമെയിൽ ID ഇല്ലാത്ത ഏതെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇത്രയും ആവുമ്പോഴേക്ക് ഈ ലിസ്റ്റ് ബിൽഡിങ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അടുത്ത പേജ് സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ നേരത്തെ എടുത്ത ഗൂഗിൾ പേജിൽ പോയി സെക്കൻഡ് പേജ് എടുത്ത് അതും ഇതുപോലെ Ctrl+C അടിച്ച് കോപ്പി ചെയ്ത് ChatGPT കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഡാറ്റ കിട്ടുന്നതിനനുസരിച്ച് ഇത് താഴേക്ക് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. അത്രയാണ് നമ്മൾ ലിസ്റ്റ് ബിൽഡിങ്ങിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ലിസ്റ്റ് ബിൽഡ് ചെയ്തു. ഇനി ഇത്രയും ഇമെയിലുകളിലേക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് മെയിൽ അയച്ചുകൊണ്ടിരിക്കണം. അതിനാണ് നമ്മൾ ഓട്ടോമേഷൻ യൂസ് ചെയ്യുന്നത്. ഈ ഓട്ടോമേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. make.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഫ്രീ പ്ലാൻ തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി. ഫ്രീ പ്ലാൻ തന്നെ 1000 ഓപ്പറേഷൻസ് ഒരു മാസം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് 1000 ലീഡ്സിലേക്ക് നമുക്ക് ഔട്ട്റീച്ച് ചെയ്യാം ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ make.com ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ചെയ്യേണ്ടത് സിനാരിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിലാണ് പോകേണ്ടത്. ഇതാണ് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. ഇതിൽ നമ്മൾ സിനാരിയോയിൽ പോവുക, ക്രിയേറ്റ് ന്യൂ സിനാരിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തിട്ടുള്ള ഗൂഗിൾ ഷീറ്റും ജിമെയിലുമാണ്, അതായത് മെയിൽ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഉള്ള ഈ പ്ലസ് ബട്ടണിൽ ട്രിഗർ ഗൂഗിൾ ഷീറ്റ് സെലക്ട് ചെയ്യുക. ഗൂഗിൾ ഷീറ്റിൽ വാച്ച് ന്യൂ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഷീറ്റ് നമ്മളുടെ ഈ ഓട്ടോമേഷൻ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഷീറ്റിലെ 1 by 1 ആയിട്ട് ഇങ്ങനെ ലൈൻസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ഇവിടെ വന്ന് ഇവിടെ നിങ്ങളുടെ ഷീറ്റ് സെലക്ട് ചെയ്യുക. ഓട്ടോമേഷൻ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഷീറ്റ് സെലക്ട് ചെയ്തു. ഇനി ഷീറ്റ് നെയിം ഷീറ്റ് 1 ആയിരിക്കും. ആ ഷീറ്റ് 1 കൊടുത്തു. കണ്ടെയ്ൻ ഹെഡർ, എൻ്റെ ഗൂഗിൾ ഷീറ്റിൽ ഹെഡേഴ്സ് ഉണ്ട്, കണ്ടോ ഈ ഹെഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഹെഡേഴ്സ് ഉണ്ട്, യെസ് കൊടുത്തു. ഇനി ഇവിടെ ലിമിറ്റ് 1 ആക്കുക, കാരണം ഒരു ഇമെയിൽ ID ആണ് ഒരു തവണ നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇത്രയാണ് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് ഗൂഗിൾ ഷീറ്റ് ആഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഗൂഗിൾ കണക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്താൽ മതി ഗൂഗിൾ വെച്ചിട്ട്. ഇനി അടുത്തത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ജിമെയിൽ ആണ് ചൂസ് ചെയ്യേണ്ടത്. ജിമെയിൽ ചൂസ് ചെയ്യുക. സെൻഡ് എൻ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഗൂഗിൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ടോഗിൾ ബട്ടൺ കൊടുക്കുക. ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യാന്ന് ചെയ്യാം, ഇത് ആർക്കാണ് ഇമെയിൽ അയക്കേണ്ടതെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗൂഗിൾ ഷീറ്റിലുള്ള ഡാറ്റ ഇവിടെ വരും. ഈ ഡാറ്റയിൽ ഇമെയിൽ ID എന്ന് പറഞ്ഞിട്ടുള്ള ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ആ കോളം ആണ് ഇമെയിൽ ID നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇമെയിൽ ID ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിടാം. ഇനി കണ്ടോ വെബ്സൈറ്റ്, കമ്പനി നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ട്. കമ്പനി നെയിം, വെബ്സൈറ്റ് URL, ഇമെയിൽ ID ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇവിടെ സബ്ജക്റ്റ് കൊടുക്കാം. സബ്ജക്റ്റ് നമുക്ക് എന്താ ചെയ്യാം, ഫ്രീ റിസോഴ്സ് ഫോർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേണമെങ്കിൽ കമ്പനി നെയിം ഡ്രാഗ് ചെയ്തിടാം. അപ്പോൾ അത് പേഴ്സണലൈസ് ചെയ്തിട്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ലൈന് പോകും.
പിന്നെ അവരുടെ ബിസിനസിന്റെ പേര് സബ്ജക്ട് ലൈനിൽ കാണുന്നതുകൊണ്ട് തന്നെ അവർക്ക് അത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടുതലായിരിക്കും. ഇനി നമ്മൾ ഇവിടെ കണ്ടന്റ് ആണ് ചെയ്യേണ്ടത്. ഹായ് സർ, ഐ വെന്റ് ത്രൂ യുവർ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. I went through your Instagram account. I found it very good. Are you using സെയിൽസ് ഫണൽ അല്ലെങ്കിൽ ലാൻഡിംഗ് പേജസ്? അപ്പോൾ ഞാൻ ലാൻഡിംഗ് പേജ് ആണ് ലാൻഡിംഗ് പേജ് ബിൽഡർ ആണ് നിങ്ങളെ അഫിലിയേറ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അസ്യൂം ചെയ്യാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തത്. ആർ യു യൂസിങ് ലാൻഡിംഗ് പേജസ് ഫോർ ലീഡ് ജനറേഷൻ? I have created a free template for coaching business. Would you try? Please reply to this email if interested. I would love to send it to you. ഇങ്ങനൊരു ഇമെയിൽ നമ്മൾ സെലക്ട് ചെയ്യാം. ഇങ്ങനൊരു ഇമെയിൽ അയച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കണ്ടു. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കണ്ടപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഇഷ്ടമായി. നിങ്ങൾ ഇങ്ങനെ ലീഡ് ജനറേഷന് വേണ്ടിയിട്ട് ലാൻഡിംഗ് പേജുകൾ യൂസ് ചെയ്യുന്നുണ്ടോ? ലാൻഡിംഗ് പേജ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനത് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഇവിടെ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇതിൽ റിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട് റിപ്ലൈ ചെയ്യാൻ പറഞ്ഞു ഓക്കെ അടിച്ചു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ഓട്ടോമേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് താല്പര്യം ഉണ്ടെങ്കിൽ അവർ റിപ്ലൈ അയക്കും. റിപ്ലൈ അയക്കുന്ന സമയത്ത് നമ്മൾ ആ ലാൻഡിംഗ് പേജിൻ്റെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റിൻ്റെ ലിങ്ക് അയക്കുക. അതിൻ്റെ കൂടെ തന്നെ അവരുടെ അടുത്ത് പറയാം ഞാൻ ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഈ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ എടുത്താൽ മതി. യു ക്യാൻ യൂസ് ദ ടെംപ്ലേറ്റ് ഫോർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇമെയിൽ വേണമെങ്കിലും ഓട്ടോമാറ്റഡ് ആയിട്ട് അയക്കാം എന്ന് വിചാരിച്ച് ഒരുപാട് സ്പാം ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 hourൽ ഒരു മെയിലായിട്ട് സെറ്റ് ചെയ്യാം. 15 minutes ഉള്ളത് ഒരു 60 minutes ആക്കാം. ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 hour ഓരോ മണിക്കൂർ കൂടുന്ന സമയത്താണ് ഒരു ഇമെയിൽ ആയിട്ട് പോവുക. കാരണം ഒരുപാട് അയച്ചു കഴിഞ്ഞാൽ സ്പാം ആയിട്ട് നിങ്ങളുടെ ഇമെയിൽ മാർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓട്ടോമേഷൻ ആക്റ്റീവ് ആവും. ഓക്കെ, ഇപ്പോൾ ഇതുപോലെയുള്ള ഓട്ടോമേഷൻസ് ഒക്കെ ചെയ്യാനും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്നാണ് കമ്മ്യൂണിറ്റിയുടെ പേര്. അപ്പം അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെയിൽസ് ഫണലുകളും ലാൻഡിംഗ് പേജുകളും നിങ്ങൾക്ക് ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരുപാട് ട്രിക്കുകളും മെത്തേഡുകളും ട്യൂട്ടോറിയൽസും എല്ലാം അതിൽ അവൈലബിൾ ആണ്. നമ്മൾ വീക്ക്ലി കോച്ചിങ് കോൾസ് ഉണ്ട്, ഗ്രൂപ്പ് കോൾസ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് വേറെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത് ഒരുപാട് വർക്ക് ചെയ്യാം. അവർ നമ്മളുടെ ഗ്രൂപ്പിൽ ഡൗട്ടുകളൊക്കെ ചോദിക്കാം. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സ്റ്റക്കായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കോളുകൾ ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം. ഒരു പെർഫെക്റ്റ് അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് സപ്പോർട്ട് സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൽ ജോയിൻ ചെയ്യുക. താല്പര്യം ഉണ്ടെങ്കിൽ നല്ല അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൽ എന്തായാലും ജോയിൻ ചെയ്യുക. എൻ്റെ മാക്സിമം സപ്പോർട്ട് ഞാൻ അതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.